ദൈപ്പാട്ടണ്ട അവന്റെ ദൈപ്പാട്ടിയ നിങ്ങളെ ഈമാന് പോവൂ. അവൻ അങ്ങനെയും പോയാ, അവൻ ഗോവിന്ദ പോയാ. ഇനി നിങ്ങ അല്ലാഹു തആല അവന്റെ ശർറിനെ തൊട്ട് ഞങ്ങളെ കാക്കട്ടെ. ആദം നബി അലൈഹി സ്വലാമിന് സ്വർഗ്ഗലോകത്ത് വേറെ ആരുമില്ല, മനുഷ്യനായിട്ട് ആദം നബി മാത്രമാണ്. ഇബ്ലീസിനെ അല്ലാഹു പുറത്താക്കിയല്ലേ, ഞാൻ പഠിച്ചൊന്നല്ലേ ഫസ്റ്റ് ചൊന്നല്ലേ, നിങ്ങൾ മറന്നാറാ ഇബ്ലീസ് നിങ്ങൾ മറന്നാറാ. ഇബ്ലീസിനെ അല്ലാഹു പുറത്താക്കി. ഫഖുറുജ് ഫഇന്നക റജീം വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ഗെറ്റ് ഔട്ട് പറഞ്ഞിട്ട് അല്ലാഹു പുറത്താക്കി. കാലാകാലം അവന് സ്വർഗം ഹറാമാക്കി. അവൻ സ്വർഗത്തിലില്ല. അങ്ങനെയുള്ള ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട പിന്നെ ആദം നബി ഒറ്റക്കായി. അവിടെ കൂട്ടിന് ആളില്ല. ആദം നബി അലൈഹി സ്വലാം ഒറ്റക്കാണ്. സംസാരിക്കാനും വിഷയം പറയാനും തമാശ പറയാനും നേരം പോക്കാക്കാനും ടൈം പാസ്സാക്കാനും കൂട്ടിന് ആളില്ല. കൂടെയുള്ളത് മലായിക്കത്തീങ്ങളാണ്. അത് ഒരിക്കലും 100 മാച്ചാന്നില്ല. മലക്കും മനുഷ്യനും ഒരുപോലെ. മലക്ക് 100 ഞങ്ങളെ പോലെ അല്ല. അങ്ക് പൈപ്പില്ല, അങ്ക് വേറെ നൊമ്പലില്ല, അങ്ക് വേറെ പിടിച്ചലില്ല, അങ്ക് മങ്ങലില്ല, അങ്ക് വികാരമില്ല, അങ്ക് വിചാരമില്ല, അങ്ക് മധുരയില്ല, അങ്ക് കയ്പയില്ല. അതൊന്നും ഇല്ലാത്തൊരു കൂട്ടരാണ് അല്ലാഹുവിന്റെ മലാകമാർ. അവർ ആദം നബി അലൈഹി സ്വലാം എന്ന മനുഷ്യന് നല്ലോണം ഷൂട്ടാവേ ഒരു ഇറ്റിമിറ്റിയിലേ ഷൂട്ടാവും. അത്ര ആ കുറച്ച് ഷൂട്ടാന്ന് ഒരുത്തം ഉണ്ടായ ഒരു അന്താജിൽ ഷൂട്ടാന്ന് ഒരുത്തം. ആരത്? ഓറും ദുസ്തിങ്ങണ ഷീറണിയില്ലേ ഉണ്ടാ ഷൂട്ടാന്ന് ഒരുത്തം ഒരു ഒപ്പിക്കാൻ പറ്റുന്ന ഒരുത്തം ഇന്ന് ആറത് അവൻ ഇല്ലല്ലോ. ഇപ്പൊ കേട്ട് പാസ്സായല്ലേ. ഇപ്പൊ ആദം നബി ഒറ്റക്കാണ്. അങ്ങനെ വളരെ ടെൻഷനില് ആദം നബി അലൈഹി സ്വലാം ഉറങ്ങുന്നു. നീണ്ട വിഷയമാണ്. 1.5 മണിക്കൂറിനുള്ളിൽ ഈ ബൃഹത്തായ വിശാലമായ വിഷയം ഇവിടെ ചൊല്ലി തീർക്കാൻ കഴിയില്ല. എന്റെ വിഷയം കുടുംബജീവിത, ദാമ്പത്യ ജീവിത അല്ലേ സന്തുഷ്ട കുടുംബ, അത് വലിയൊരു വിഷയമാണ്. അത് നല്ലോണം പറയേണ്ട വിഷയമാണ്. എനക്ക് ആകെയുള്ളത് 1.25 മണിക്കൂർ. അത് എവിടെയും എത്തല. എന്നാലും ഞാനൊന്ന് ഓടിച്ചിട്ട് പോവാ. സ്വർഗലോകത്ത് ഒറ്റക്കായിട്ട് അങ്ങനെ ഉറങ്ങുമ്പോ ഇമാം റാസി തങ്ങൾ അവിടുത്തെ തഫ്സീർ റാസിയിൽ പറഞ്ഞത് കാണാ. ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് വനാസിമിന സഹാബ റസൂലുള്ളാഹി തങ്ങളെ സഹാബികളിൽ പലരും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാ. അന്നല്ലാഹു തആല ലമ്മാ ഖറജ ഇബ്ലീസ മിനൽ ജന്ന, സ്വർഗ്ഗലോകത്തിൽ നിന്ന് അല്ലാഹു ഇബ്ലീസിനെ പുറത്താക്കിയ നേരം വാസ്കന ആദമു അൽ ജന്ന, ആദം നബി അലൈഹിസ്സലാം സ്വർഗ്ഗത്തിൽ അങ്ങനെ പാർക്കുന്നു. ഫബഖാ ഫീഹാ വഹദ, ആദം നബി അവിടെ ഒറ്റക്കാണ്. കൂട്ടിനാളില്ല, സംസാരിക്കാൻ ആളില്ല, 100 മാച്ചാണ് ഒരാളില്ല. അങ്ങനെ വമാകാന മഅഹു മൻ യസ്തനിസു ബിഹി, അവിടെ നേരം പോക്കാക്കാൻ ടൈം പാസ്സാക്കാൻ പറ്റിയ ഒരാൾ അവിടെയില്ല. അല്ലാഹു അലൈഹി അന്നൗമാ, അങ്ങനെ ഇരിക്കെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ലൊരു ഉറക്കിലാണ്, ഒരു ഗാഢനിദ്ര, നല്ലൊരു ഉറക്കിലങ്ങായപ്പോ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടത്തെ ഭാഗത്തെ ഭാര്യമുള്ളിൽ നിന്നിട്ട് ഇടത്തെ ഭാഗത്തെ ഭാര്യമുള്ളിൽ നിന്നിട്ട് ഒരു ബെണ്ടായ വളഞ്ഞ ഭാര്യമുള്ളവിടുന്ന് ഊരിയെടുത്തു. നിങ്ങൾ കേട്ടോണ്ടുള്ളാറല്ലേ? ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദം നബി അലൈഹി സ്വലാം എന്ന മനുഷ്യന്റെ ഇടത്തെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലെ ഭാര്യമുള്ളിൽ നിന്നിട്ട് ഒരു ഭാര്യമുള്ള അങ്ങ് ഊരിയെടുക്കുന്നു. കുറച്ച് ബെണ്ടായ ഭാര്യമുള്ള, വളഞ്ഞ ഭാര്യമുള്ള, അങ്കുടങ്കുള്ള ഭാര്യമുള്ള അതങ്ങ് എടുക്കുന്നു. എടുക്കുന്നത് എങ്ങനെ അറിയോ? ജീവനോടെയാണ് ആ മുള്ളിന്റെ കഷ്ണം എടുക്കുന്നത്. എടുക്കുമ്പോ ആ മുള്ളിന്റെ കഷ്ണത്തിന് ജീവനുണ്ട്. അതുകൊണ്ടാണ് അതിന് ഹയാത്തുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിന്ന് പടക്കപ്പെട്ട പെണ്ണിന് ഹവ്വ എന്ന പേരും വെച്ച് ഇരിക്കട്ടെ. ഇടത്തെ ഭാഗത്ത് വാരിമുള്ളിൽ നിന്നിട്ട് ഒരു മുള്ളങ്ങ് ഊരിയെടുക്കുന്നു.
അവിടെ കള്ള ഇറച്ചി വെച്ചിട്ട് ബില്ലാക്കുകയാണ്. എടുത്ത ജാഗ അള്ളാഹു ഗ്യാപ്പാക്കില്ല, അവിടെ കള്ള മാംസം വെച്ചിട്ട് വിറ്റാക്കുന്നു. എന്നിട്ട് പിന്നീട് ആ വളഞ്ഞ ഊരിയെടുക്കപ്പെട്ട ജീവനുള്ള വാരിയല്ലുകൊണ്ട് അള്ളാഹു ഹവ്വാനെ പടക്കുന്നു, പെൺവർഗത്തെ പടക്കുന്നു. ഞങ്ങളെ ഉമ്മ ഹവ്വാ ഉമ്മാനെ പടക്കുന്നു. ആദം നബിക്ക് അറിയാല വറക്കിലാണ്. വറക്കിൽ നിന്നിട്ട് ഉണരുമ്പോ ആദം നബി അലൈഹി ഇസ്ലാമിന്റെ തലഭാഗത്ത് സുന്ദരിയായ ഒരു പെണ്ണിനെ ഇരുന്നിട്ട് കാണുന്ന ഖായിദ. അവിടെ അങ്ങനെ നല്ല ചന്തത്തിന്റെ ഒരു പെണ്ണ്, അട്രാക്ഷൻ ഗ്ലാമർ ഉള്ള ഒരു പെണ്ണ്, ഒന്നൊന്നര ഫിഗർ, നല്ല ഗ്ലാമർ ഉള്ള ഒരു പെണ്ണ്, ഭയങ്കര സ്റ്റൈൽമാനായ ഒരു പെണ്ണ്. അവിടെ അങ്ങതാ തലഭാഗത്ത്, അതേ തലഭാഗത്ത് അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ ആദം നബിക്ക് ഇത് ഫസ്റ്റത്തെ അനുഭവമാണ്. ഒരു ജാതിയെ സ്വർഗത്തിലില്ലാത്ത ഫസ്റ്റല്ലേ. അത് എന്തോ ഒരു ആകർഷം, എന്തോ ഒരു ചന്തം. പെണ്ണങ്ങനല്ലേ? അല്ലേ അല്ലേ അല്ലേ? നിങ്ങക്ക് അങ്ങനത്തെ കിട്ടിയിട്ടില്ലേ? നിങ്ങന്ത് മുണ്ടുന്നില്ല, ഭയങ്കര ടെൻഷനിലുള്ള. ചന്തനെ നോക്കണമെന്നില്ല, മനസ്സ് ചന്തായത് മുന്നേ, വീട് ചന്താത് പിന്നെ. അത് നട്ടുച്ച 12:10 ബേളത്ത് നിന്നെങ്കിൽ ഏത് ബലത്തതും കറക്കുന്നു. പിന്നെയും ഗ്യാരണ്ടി കറുപ്പുക. അത് വിടറോ? ഇത് ചന്താണോ? ദിൽ ദിൽ ഹർ ദിൽ ഈ ദിൽ അത് കറക്റ്റാണ്. അത് കറക്റ്റായെല്ലാം കറക്റ്റാണ്. അതിൽ ചന്തവും ഉണ്ടോ, അതിൽ ചേലും ഉണ്ടോ, സമാധാനം ഉണ്ടോ, എല്ലാം ഉണ്ട്. കാലി മീറ്റിന്റെ ചന്ത മാത്രം നോക്കിയെങ്കിൽ പിന്നെ എല്ലാ ചന്തവും പോവും. അള്ളാഹു ഞങ്ങളെ കാക്കട്ടെ, ഇരിക്കട്ടെ. ചന്തത്തിന്റെ പെണ്ണ് കണ്ടിട്ടാകുമ്പോ ആദം നബി അലൈഹി സ്വലാം കേട്ട് മന്നന്തി ഹു ആർ യു, നീ ആരടി? ഈ കമന്റ് അടി അവിടുന്ന് തുടങ്ങി. ഊടും തുടങ്ങിയതല്ല. ആദം നബി അലൈഹി സ്വലാം കേട്ട്. ഈ ചരിത്രം ബൈബിളിലുണ്ട്, എല്ലാ വേദഗ്രന്ഥങ്ങളിലുമുണ്ട്, വിശുദ്ധ ഖുർആനിൽ വളരെ ക്ലിയറോടെയുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു, ഫഖറുദ്ദീൻ റാസി, അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുന്നുണ്ട്. ആദം നബി കേട്ട് നീ ആര്? കാലത്ത് പെണ്ണ് പറഞ്ഞു, ഇമ്രാ, ഞാനൊരു പെണ്ണ്, ഐ ആം ലേഡി, ഞാനൊരു പെണ്ണെന്ന് മാത്രം ചൊന്നു. അപ്പൊ കേട്ട് നിന്റെ പേരെന്ത് എന്ന് കേട്ട്. പേരെന്ത് എന്ന് കേൾക്കുമ്പോക്ക് മലായിക്കത്തിങ്ങളാണ് ആൻസർ പറഞ്ഞേ. ഖാലു ഹവ്വ, ഹവ്വ എന്നാണ് പേര്. ഗുഡ് നെയിം, നല്ല പേര്. ഞങ്ങളെ ഇന്നത്തെ ജനറേഷൻ അത് വെറും പഴയ പേരല്ലേ അല്ലേ അല്ലേ? നോക്ക, ഇപ്പത്തെ ഏതെങ്കിലും ഒരു അബ്ബ ഉമ്മക്ക് ഒരു പെണ്ണ് കിടാവ് വന്നിട്ടാകുമ്പോ ഹവ്വ എന്ന് പേർ വെക്കുന്നത് നിങ്ങൾ കണ്ടാറാ? അത് പളിയതില്ലേ? പിന്നെ ഏത് പുളിയത്? ഏത് പിന്നെ പുതിയതേത്? ബർക്കത്തുള്ള, എല്ലാം കൊണ്ടും ശുഭലക്ഷണം തോന്നിപ്പിക്കുന്ന നല്ല പേര് ഞങ്ങൾക്ക് പഴഞ്ചനായി, ഞങ്ങൾക്ക് പതിയതായി. ഇപ്പത്തെ ലേറ്റസ്റ്റ് അല്ലേ? ഞാൻ ഒരാൾ എന്റെ ഒട്ടമേ കേട്ട് വിളിക്കുക, അർത്ഥം കേൾക്കണോ ഉസ്താദ്? ഒരു പേരിന് ഉസ്താദ്, അതിന്റെ അർത്ഥം ചൊല്ലാമാ? ഞാൻ ഈ അർത്ഥം അറിയാണ്ട് പേര് നോക്കിയ വാടേ അല്ല, നാണൊരു അന്താജിക്ക് അങ്ങനെ വിചാരിച്ച എന്ത് ഉൽബത്തിന്റെ അന്താജാവണ്ടേ? ആയി ചൊല്ലും ചൊന്നാണ് അവൻ ചൊന്ന. എന്ത് പേര് നോക്ക, ചൊല്ല അർത്ഥം നോക്കാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരാന്താ. ഞാൻ കേട്ട അഷ്ഫാമാ അല്ല ഹഫ്സ. ഹഫ്സ മൂത്തോളൂ, ഹഫ്സ മൂത്തോളൂ, അതുണ്ട്, ഓൾറെഡി ഉണ്ട്. ഹഫ്സ, ഖദീജത്തു ഹഫ്സ ഉണ്ടോ? ഇത് ഫാത്തിമത്ത് ഹഷ്ഫ. ഇതിന്റെ അർത്ഥം ചൊല്ലാമാ? കറക്റ്റ്. ഞാൻ കേട്ടെ എങ്ങനുണ്ടോ പേരെങ്ങനുണ്ടോ? കേക്കോ ചന്തം ഉണ്ടോ? ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഞാൻ കേട്ട അർത്ഥം എനിക്ക് പിടിയായിട്ടില്ലേ? ഇല്ല. അർത്ഥം ഉസ്താദ്? അർത്ഥ ആണ് കിടാക്ക മൂത്രിക്കുന്നതിന്റെ കൊടിഭാഗ എന്നർത്ഥം. കടഭാഗല്ല, കൊടിഭാഗ. പച്ചക്ക് ചൊല്ലാ പാവല മൈക്കല്ലേ, പിന്നെ ലൈവ് അല്ലേ, പിന്നെ നാളെ ക്ലിപ്പ് വന്നങ്ങ് പണിയുമായി. പേടിയില്ല എന്നും ഒരു ഫിത്തന ഉണ്ടല്ലേ. പിന്നെ അതല്ല, അങ്ങനത്തെ ഒരു സംസ്കാരമില്ലാത്ത പദങ്ങളെല്ലാം അങ്ങനെ പറയണ്ട. ആയത്ര ചന്താക്കിട്ട് ചെല്ലുന്നല്ലേ. ഹഷ്ഫാൻ ചൊന്നെങ്കിൽ ആണുകിടാക്ക മൂത്രിക്കുന്ന സാധനത്തിന്റെ കൊടിഭാഗ, അതിന്റെ കടയല്ല കൊടിഭാഗ. പിടിയാ എനിക്ക്. നീ ചിരിക്കണ്ടേ? തിങ്കാക്കുറു, പിന്നെ ചിരിക്കോ? ചിരിക്കണ വിഷയം ഇത് മാത്രമാ. ഹഷ്ഫാന്ന് പേർ വെച്ചെങ്ങാവും. കിടാവ് നല്ല പേരും ചൊല്ലും. ഞങ്ങൾ ആശുപത്രിയിലും കൊടുക്കും, ആധാർ കാർഡിലും കൊടുക്കും, പഞ്ചായത്തിലും കൊടുക്കും, എല്ലാം കൊടുക്കും. നാളെ കിടാവ് മദ്രസക്ക് പോയിട്ട് അർത്ഥമൊക്കെ തുടങ്ങി 5ാം ക്ലാസ്സിൽ ഹഷ്ഫ
എന്താവും കിടാവും? അതിന്റെ കൊടിയും ചെറ്റ അർത്ഥം പഠിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ കട പൊട്ടിക്കലാ കിടാവും. വട്ടാരം നോക്കിട്ട് അർത്ഥം വെക്കുന്ന ഇപ്പൊ അർത്ഥം പോകാൻ പറ്റ ഗൂഗിളിലുണ്ട്. ഗൂഗിള് അങ്ങനെ അർത്ഥം കേൾക്കുന്ന അർത്ഥം ചൊന്നു കൊടുക്കുക. അവനേ നോക്കട്ടെ അർത്ഥം. വായിക്ക വന്ന വിഷയം കൊണ്ടിട്ട് വായിക്ക വന്ന പദം കൊണ്ടിട്ട് അർത്ഥം കേൾക്കുന്നവല്ല. നല്ല പേരെല്ലാം പഴയ പേരായി. ഇനി നല്ല പേരെന്നെ വെച്ച് തന്നെ വെച്ചോ ഉസ്താദ്. ഞമ്മ അതിനെ ആക്കുന്ന കോലം കണ്ടെങ്കില അതിനെ ബെടക്കാക്കി കിടക്കുന്നത്. അബ്ദുറഹ്മാൻ നല്ല പേരല്ലേ? അല്ലേ? ഖൈറുൽ അസ്മായി അബ്ദുല്ലാ അബ്ദുറഹ്മാൻ. ഏറ്റവും നല്ല പേരാണ് അബ്ദുറഹ്മാൻ. ഞങ്ങൾ നല്ല പേര് വെച്ചിട്ട് ഒരു പൊട്ടിക്കൽ അബ്ദുറഹ്മാൻ എന്ന് വെച്ചിട്ട് ഒരു പൊട്ടിക്കൽ അബ്ദുറഹ്മാൻ അല്ലേ? അല്ലേ? ഒരു കൊണ്ടാട്ടത്തിൽ ഒരു ബിരുസത്തിലെ അങ്ങനെ വിളിക്കുന്നതിന് തെറ്റൊന്നുമില്ല. എന്നെങ്കിലും അതിനെ ബെടക്കാക്കാൻ കഴിയാ. ഇരിക്കട്ടെ, എന്റെ വിഷയം അതല്ല. ഹവ്വ എന്ന പേരാണെന്ന് മലായിക്കത്ത് നിങ്ങൾ പറഞ്ഞു. പിന്നീട് അവിടെ നിന്ന് ആദം നബി ചോദിച്ചു, അതെ നീ ആർക്ക് വേണ്ടിയിട്ട് പടക്കപ്പെട്ടവളാണ്? ഹവ്വ ഉമ്മ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഏതായാലും അല്ലാഹു തആല സ്വർഗ്ഗലോകത്ത് അവിടെ നിന്ന് ആദം നബി ഹവ്വ ഉമ്മാനെ കല്യാണം കഴിക്കുന്നു. ലിതസ്കുന ഇലയ്യ, നിങ്ങൾക്കും എനിക്കും സമാധാനം കിട്ടാൻ, റാഹത്ത് കിട്ടാൻ, നല്ല എൻജോയ് ലൈഫ് ഉണ്ടാവാൻ, സമാധാനത്തിന്റെ ജീവിതം നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി എന്നെ പടച്ചത്. വരന്റെ ഉള്ളിൽ കാതുക വേണായിട്ടല്ല, റംപാട്ടാക്കോ വേണായിട്ടല്ല, അതല്ലെങ്കിൽ വേറെന്തുക വേണായിട്ടല്ല. നിങ്ങൾക്കും എനക്കും സമാധാനത്തുക വേണായിട്ട്, റാഹത്തുക വേണായിട്ട്, അല്ല നിങ്ങൾക്ക് വേണായിട്ട് നന്റെ പടച്ച നന്റെ സമാധാനത്തുക വേണായിട്ട് നിങ്ങളല്ല പടച്ച. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. ഞാൻ തുടക്കത്തിൽ ഓതിയ ആയത്ത് നിങ്ങൾ കേട്ടില്ലേ? അള്ളാന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അവന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ പെട്ടതാണ്. അള്ളാഹു ഒരുവനാണെന്നതിനെ, അള്ളാഹു ഉണ്ട് എന്നതിനെ, അള്ളാഹു ജഗന്നാഥനാണെന്ന് എന്നതിന് ഏറ്റവും വലിയ മനസ്സിലാക്കാൻ പറ്റുന്ന ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇണകളെ അല്ലാഹു പടച്ചു എന്നത്. നിങ്ങൾക്ക് അല്ലാഹു ഇണകളെ പടച്ചോ, തുണകളെ പടച്ചോ. ഭാര്യക്ക് ഭർത്താവ്, ഭർത്താവിന് ഭാര്യ. ഇതെന്തിനാ പടച്ചത്? ലിതസ്കുനൂ ഇലൈഹാ, നിങ്ങൾ പരസ്പരം സമാധാനം കൊള്ളാൻ, റാഹത്ത് കൊള്ളാൻ, നല്ല മനോഹരമായ സുന്ദരമായ ജീവിതം നടത്താൻ. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മാ, നിങ്ങൾക്കിടയിൽ പരസ്പരം സ്നേഹവും കാരുണ്യവും എല്ലാം ഇട്ടു തന്നത് അല്ലാഹു ആണ്. അപ്പൊ നിങ്ങളെ മാപ്പിള വെഞ്ഞായിയാക്കിയത് സമാധാന ജീവിതം നടത്താൻ, റാഹത്തിന്റെ ജീവിതം നടത്താൻ, എല്ലാം കൊണ്ടും പരസ്പരം സഹകരിച്ച് ജീവിക്കാൻ. അതിനു വേണ്ടിയിട്ടാണ് ദാമ്പത്യ ജീവിതം. അതിനാണ് ദാമ്പത്യ ജീവിതം. കുടുംബജീവിതത്തിന്റെ പ്രധാന ഒരു ഭാഗമാണ് ദാമ്പത്യ ജീവിതം. അത് നന്നായ എല്ലാം നന്നായി. ദാമ്പത്യത്തിലൂടെയാണല്ലോ മക്കൾ ഉണ്ടാകുന്നത്, ദാമ്പത്യത്തിലൂടെയാണല്ലോ സഹോദരി സഹോദരന്മാർ ഉണ്ടാകുന്നത്, ദാമ്പത്യത്തിലൂടെയാണല്ലോ എനിക്ക് അമ്മായി കാക്ക ഉണ്ടാകുന്നത്. അല്ലേ? 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 പാപ്പ ഉമ്മ എന്ന ദാമ്പത്യം, അല്ലെങ്കിൽ എന്റെ ദാമ്പത്യം, അതിൽ നിന്നിട്ടാണ് ലോകത്ത് പിന്നെ എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ആ സ്റ്റാർട്ടിങ്ങിന്റെ ആ നല്ല ജീവിതം അത് മധുരമുള്ളതാകണം. അവിടെ അഗ്ഗജഗ്ഗാട്ട, നൂക്കുണുഗ്ഗാട്ട, ഗൗജിഗദ്ദള, റംപാട്ട, തല്ലും കുത്തും, ബദുറൂഹുദ്, ജಂಟಿ കാളക, ഇതൊന്നും ഇക്കോ തീറ. വാടേ 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 പള്ളിയുടെ മാസഭ നടക്കുമ്പല്ല അത് എങ്ങനെയായിട്ടൊക്കെ വേണേറ്റ് കുറച്ചാൾമാർ വന്നുകൊണ്ടുള്ളാറുണ്ട്. അതല്ല വിഷയ. മാപ്പിള പെഞ്ഞായിമാരുടെ അവിടെ നല്ല റാഹത്തിൽ വേണോ, ചന്തത്തിൽ വേണോ ഉസ്താദ്, അങ്ങനത്തെ മാപ്പിള പെഞ്ഞായി മറിക്കുക. എന്തില്ലെങ്കിൽ ഒരു ചെറിയൊരു കുസു കുസു ഇക്കല്ലേ ഉസ്താദ്, ഇക്കോ അത് വേണോ? ചെറിയ കുസു കുസു വേണോ? അതൊരു ചന്ത. മാപ്പിള പെഞ്ഞായി ചൊന്നെങ്കില് ചട്ടിപാത്ര പോലെ തെല്ല് സൗണ്ട് അല്ല, വെറും ചട്ടിപാത്രം അങ്ങനല്ലേ. നിങ്ങളകത്ത് ചട്ടിപാത്രം ഇല്ലേ? അല്ല സൗണ്ട് ഇല്ലേ? ചട്ടിപാത്രം എടുക്കുമ്പോ അത് ഉള്ള ജാഗന്ന് എടുക്കുമ്പോ ആ പാത്രം എടുക്കുമ്പോ ഈന്റെ സൗണ്ട്, ഈന്റെ സൗണ്ട്, അതേപോലെ മാപ്പിള അത് ചന്ത.
ಅದು ಎಲ್ಲರ ಔತುಂಡು, ಅದು ತಂಗಳ ಔತುಂಡು, ನಂಡೆ ಔತುಂಡು, ಅದು ಎಲ್ಲರ ಔತುಂಡು. ಅದು റസൂലുള്ളാന്റെ ഔത്തുണ്ടായിട്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഖത്താബ് തങ്ങൾ ഔത്തുണ്ടായിട്ടില്ലേ. അത് ചെറിയ സൗന്ദര്യ പിണക്കമാണ്, അത് മറക്കാവുന്നതാണ്, പൊറുക്കാവുന്നതാണ്. അതങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് 3 മാസം മിണ്ടാതെ ദൈക്കമുള്ള പിണക്കല്ല, അത് പെഞ്ഞായിനെ പുറത്താക്കുള്ള പിണക്കല്ല, അത് മാപ്പിളനെ എടുപ്പാലെടുക്കുള്ള പിണക്കല്ല, അത് അല്ലാഹ് പൊരുത്തപ്പെടുന്ന പിണക്കമല്ല, അത് അല്ലാഹുവിന്റെ ശാപം കിട്ടുന്ന പിണക്കമാണ്. ചെറിയ പിണക്കം അത് ചെറുതല്ലേ, അത് സൗന്ദര്യമല്ലേ, അത് പിരിസത്തിന്റെ ഭാഗമല്ലേ, അത് മറക്കാവുന്നതല്ലേ, അത് പൊറുക്കാവുന്നതല്ലേ, അതിന്റെ വിഷയമല്ല. ഞങ്ങൾ ഈ ചൊന്നുകൊണ്ടുള്ള വലിയ പിണക്ക് അത് മാപ്പിള പെഞ്ഞായിമാരുടെ ബറകുതീറ. ഞങ്ങളുടെ നല്ല ചന്തത്തില് വേണോ, നല്ല പിരിസത്തില് വേണോ, നല്ല റാഹത്തില് വേണോ, നല്ല ഐക്യത്തില് വേണോ. അതിക്ക് നിങ്ങൾ ചെയ്യണായ ഫസ്റ്റത്തെ പണി യന്ത്രകൊണ്ടുണ്ടാ. പെണ്ണ് നോക്കുമ്പോ, പുതിയാപ്പിള നോക്കുമ്പോ, ചെറുക്കട നോക്കുമ്പോ, പെണ്ണറ നോക്കുമ്പോ നിങ്ങൾ ദീന് നോക്കിയിട്ട്, സംസ്കാരം നോക്കിയിട്ട് നിങ്ങൾ കെട്ടിക്കോണോ. പരിശുദ്ധമായ ദീന് നമ്മളോട് കടാക്കടിയായിട്ട് ചൊന്നിട്ടുണ്ടോ? അവന്റെ അബ്ബർ തോട്ടത്തില് അടക്കമുണ്ടോ ചൊന്നിട്ട് നീ പെണ്ണറ കൊടുക്കണ്ട. നല്ല കട്ട താടി ഉണ്ടോ ചൊന്നിട്ട് പെണ്ണറ കൊടുക്കണ്ട. ഔക്വാങ്ങണവേ നല്ല ബെൾക്കുന്ന തെറിക്കുന്ന ബെൽപ്പുണ്ടോ ചന്ത ഉണ്ടോ ചെന്നിട്ട് നീ പോയിട്ട് കെട്ടോ നോക്കണ്ട. നിന്റെ മോണക്ക് പെണ്ണായിട്ട് എടുക്കണ്ട. ദീന് നോക്കിക്കോ, സംസ്കാരം നോക്കിക്കോ. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫൻകിഹൂഹു. ദീനുള്ളവനാണ്, മതബോധമുള്ളവനാണ്, ധാർമ്മിക ചൗക്കട്ടിന്റെ ഉള്ളിൽ ജീവിക്കുന്നവനാണ്, ഭംഗി വലിക്കാത്തവനാണ്, MDM കച്ചവടാക്കാത്തവനാണ്, ജാവു അയലറോടെ പറയുമ്പോ തലയിൽ തൊപ്പിയോ സ്വബൈ കണിച്ചിട്ട് പോകുമ്പോ ആരന്റെ ഇടയിൽ കുപ്പിയും വെക്കാത്തവനാണ് എന്ന ബോധം ഉണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ കെട്ടിച്ചോ. കാരണം അവൻ നല്ല ചെറുക്കനാണ്, അവൻ സ്നേഹമുള്ളവനാണ്, അവൻ അതവുള്ളവനാണ്, അവൻ മതബോധമുള്ളവനാണ്. ഉസ്താദുമാർ ഇങ്ങ് വരും, ഇതോടെ ജാഗുണ്ടോ ആലിമിങ് ഇങ്ങ് വരും, ഇങ്ങ് വരും സാർ. എല്ലാരും ഒരുപോലെ ഒരേ കണ്ടില്ല നമ്മ കാണാൻ കഴിയാല്ലേ. നാട്ടുകാരാട്ട് ഏത് പാർട്ടിക്കാരെ ആട്ട്, മാജിയാട്ട്, ആലിയാട്ട്, ആരുവാട്ട്, ആലിമീങ്ങളാണ്. അവർ ആദരിക്കപ്പെടേണ്ടവരാണ്. ഏതായാലും അൽഹംദുലില്ലാ അവന്ന ഉസ്താദുമാർ അല്ലാഹു തആല അവർക്കും നമുക്കും ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ ചൊല്ല. അല്ലാഹു ആരോഗ്യമുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ നണ്ട നോക്കൂ, നാണു അങ്ങ് സംഘാടകരായിട്ട് എന്നെ മേണ്ടറായിക്കൊണ്ടുള്ള ഞാൻ ചൊന്ന ಬೇಗ ಬೇಗ ಚಲೋಣ, ಟೈಮ್ ಇಲ್ಲೂടെ നന്ദി ചൊന്ന കുപ്പിയല്ല, അത് പോയി സ്വാലിഹായ പുതിയാപ്പിളയാണ് വന്നത് എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ആ അന്വേഷണത്തില് ദീനുള്ളവനാണ്, നല്ല സ്വഭാവമുള്ളവനാണെന്ന്. ഇത് നിങ്ങളെ ഞാൻ ദൂരത്ത് കണ്ടില്ല. സോറി സാർ, മാഷാ അല്ലാ. നമ്മളെ ചങ്ങായിമാരാണ്, എനിക്ക് ദൂരത്ത് കണ്ടില്ല. മാഷാ അല്ലാ. അപ്പൊ ദീനുള്ളവനാണ്, സ്വഭാവമുള്ളവനാണ്. ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫൻകിഹൂഹു. ദീനുള്ളവനാണ്, സംസ്കാരമുള്ളവനാണ്, മതബോധമുള്ളവനാണ്, ധാർമ്മിക ചിന്തയുള്ളവനാണ്, പള്ളിയുമായിട്ട് നല്ല ബന്ധമുള്ളവനാണ്, ആലിമീങ്ങളുമായിട്ട് നല്ല മിങ്കിളാവുന്ന മനുഷ്യനാണ്, അച്ചടക്കമുള്ളവനാണ് എന്ന് നിങ്ങൾക്കറിഞ്ഞെങ്കിൽ ഫൻകിഹൂഹു, നിങ്ങളെ മക്കൾക്ക് അവനെ പുതിയാപ്പിള ആയിക്കോ. ഹബീബുൽ വറാ റസൂലുള്ളാഹ് നല്ല അവന്റെ താടി നോക്കിട്ട് കെട്ടിക്കണ്ട. താടി എല്ലാവർക്കും ഉണ്ടോ? ആർക്ക് താടിയില്ലാത്ത? മൻമോഹൻ സിംഗ് എന്ന മാജി പ്രധാനമന്ത്രി, ബുദ്ധിമാനായ ഓക്സ്ഫോർഡ് കോളേജിൽ നിന്ന് ബിരുദമെടുത്ത വലിയ പ്രധാനമന്ത്രി, ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് സാറിന് താടിയില്ലേ? ഇല്ലേ? ഇങ്ങനെ ഒരു ഉണ്ടെന്നും ഇല്ല, ഒരു ജവാബും ഇല്ല, ചോറയിച്ചില്ലേ? ഇപ്പത്തെ പ്രധാനമന്ത്രിക്കില്ലേ? ഞങ്ങളെ നരേന്ദ്രമോദി സാറിനില്ലേ? താടിയല്ല, എനിക്കില്ലേ?
താടി ആർക്കില്ലാത്ത? താടി എല്ലാവർക്കും ഉണ്ട്. താടി നോക്കിയിട്ടൊന്നും ആർക്കും മാർക്കിടണ്ട. താടി നോക്കിയിട്ട് പുതിയാപ്പളാക്കാനൊന്നും നിൽക്കണ്ട. താടി വേണോ? സുന്നത്തായ താടി. മുസ്തഫായ നബി തങ്ങളെ ചെറിയ ഹബീബായ നബി തങ്ങളെ സുന്നത്ത് അത് വേണമല്ലോ. അത് ആ നിലക്ക് തന്നെയാകണം, ആ നിയ്യത്തിലാകണോ. ഇരിക്കട്ടെ, താടിയും തലയിക്കെട്ടും വേഷവും ഭൂഷണവും സംസാരവുമല്ല ഒരു പുതിയ ആപ്പിളയാക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെടേണ്ട മാനദണ്ഡോ. മറിച്ച് ദീനുഹു വഖുലുഖുഹു, അവന്റെ ദീനും അവന്റെ സ്വഭാവവുമാണ്, അവന്റെ ആറ്റിറ്റ്യൂഡ്, അവന്റെ കൾച്ചർ, അവന്റെ സ്വഭാവം. അതല്ലേ റസൂലുള്ള പറഞ്ഞ് ഫങ്കിയോ. പിന്നെ അതെ മുസ്തഫായ റസൂലുള്ള പറഞ്ഞല്ലോ, മുസ്തഫായ റസൂലുള്ള പറഞ്ഞല്ലോ, അതെ മുസ്തഫായ റസൂലുള്ള പറഞ്ഞു 4 കാര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാടുണ്ട്. تنكح المرأة لأربع لمالها ولجمالها ولحسبها ولدينها فاظفر بذات الدين. 4 കാര്യം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാട് അല്ലെങ്കിൽ പെണ്ണ് കെട്ടിക്കുന്ന ഏർപ്പാട് സമ്പ്രദായ നാട്ടുറൂഢി പണ്ടേ ഉണ്ടോ? അതാണ് ഹദീസിന്റെ അർത്ഥം. അല്ലാണ്ട് 4 കാര്യം നോക്കിയിട്ട് കെട്ടിക്കണോന്നല്ല. അങ്ങനെ കെട്ടുന്ന ഏർപ്പാട് പണ്ടേ ഉണ്ടോ? തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ. ചന്തം നോക്കിയിട്ട് പെണ്ണ് കെട്ടുന്ന ഏർപ്പാടുണ്ടോ? ചന്തവും നിക്കാഹിന്റെ സമയത്ത് മംഗലത്തിൽ ഒരു കാര്യം തന്നെ. ചന്തം മാത്രം നോക്കണ്ട. ചന്തം നോക്കണ്ട എന്നല്ല, വൺലി ചന്തം മാത്രം മാനദണ്ഡ ആക്കണ്ട. ചന്തം നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ടോ? സ്വത്ത് നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ടോ? തറവാട് കുളമഹിമ നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുണ്ടോ? ഒലി ദീനിഹ, അവളെ ദീന നടപടി സംസ്കാരം നോക്കിയിട്ട് കെട്ടുന്ന ഏർപ്പാടുമുണ്ട്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ള പിന്നെ പറയുകയാണ്, ഫൾഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ ദീനുള്ള പെണ്ണിനെ സെലക്ട് ചെയ്ത, മതബോധമുള്ള അച്ചടക്കമുള്ള സംസ്കാരമുള്ള ദീനുള്ള പെണ്ണിനെ നോക്കിയിട്ട് കെട്ടിക്കോ, എന്നാ നിങ്ങ വിജയിച്ചോ. അത് നോക്കിയിട്ടാണ് നിങ്ങൾ കെട്ടുന്നതെങ്കിൽ പിന്നെ നിങ്ങളെ ജുട്ടുപിടിക്കാലാവോള്, നിങ്ങളെ ആത്തകുത്ത ഇടിക്കാലാവോള്, നിങ്ങളെ താതക്കുമീറ്റക്കും ആക്കലാവോള്, നിങ്ങളെ സമ്മതം ചോദിക്കാതെ അവളെ വീട്ടിലേക്ക് പോകാലാവോള്. പാടില്ലാലോ പോകാൻ. പെണ്ണ് കെട്ടിയിട്ട് ഞങ്ങളെ ഭാര്യപദത്തിലേക്ക് അവള് വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ എല്ലാം ഭർത്താവാണ്. ഭർത്താവിനും കടമുണ്ടോ? നിങ്ങൾ ചിരിക്കണ്ട. അവളെ കാട്ടി ഏറെ നിങ്ങൾക്കും ഉണ്ടോ? തെല്ല് കേക്കോ. അവളത് തെല്ല് ഏറെ സീരിയസ് വിഷയം. എന്തേ അവക്ക് വേണായിട്ട് മാപ്പിള എല്ലാ ജീമമേ കൊടുത്തോണ്ടുണ്ടു അല്ലേ? അവളെ നോക്കൂ, നിങ്ങ 10 18 ഏറിങ് ഒരു 20-22 അബ്ബ നോക്കി, ഉമ്മ നോക്കി, അങ്ങളമാർ നോക്കിയാറ്. പിന്നെ 22 പിടിച്ചിട്ട് മംഗലായ 5 പിടിച്ചിട്ട് 83ാമത്തെ ആൺലൈമ മരിച്ച് അങ്ങനെ 10-60 നോക്കിയത് മാപ്പിള. മാത്രല്ല നിങ്ങൾക്കൊരു വിഷയം ഒന്നുണ്ടാ, ആണുങ്ങളായ നിങ്ങക്ക് മരിക്കോടത്തോളം 1ാമത്തെ കടമ അബ്ബയോട് ഉമ്മയോട്. നിങ്ങ 4 പെണ്ണ് കെട്ടിങ്ങുവാവൂ, 1 പെണ്ണ് കെട്ടിയില്ലങ്ങുവാവൂ, 50 പുള്ളിമാറായങ്ങുവാവൂ, നിങ്ങ 40 പള്ളിന്റെ കാലിയായങ്ങുവാവൂ. നിങ്ങക്ക് ആണുങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് 1ാമത്തെ കടമ പെഞ്ഞായിനെ കാട്ടിയേറെ, മക്കളെ കാട്ടിയേറെ ആണുങ്ങളായ നക്കും നിങ്ങക്കോ 1ാമത്തെ കടമ ഞങ്ങളെ ബാപ്പയോട് ഉമ്മയോട്. അല്ലേ മുസ്തഫായ റസൂലുള്ള പറഞ്ഞല്ല, മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹ്. സ്വന്തം ഉമ്മാനെക്കാളേറെ ബിരുസത്തില് കെയറില് തന്റെ പെഞ്ഞായിനെ ഒരു മാപ്പിള നോക്കിയെങ്കിൽ, നോക്കണ്ടെന്നല്ല,
പെഞ്ഞായിന് നല്ല പിരുസത്തിൽ നോക്കണോ, നല്ല കെയറിൽ നോക്കണോ, നല്ല സ്നേഹത്തിൽ നോക്കണോ. ആയെങ്കിൽ ആ പെഞ്ഞായിനെ കെട്ടിയ ആ ഗടിപിടില, പെഞ്ഞായിനെ നോക്കുന്ന ആ ഗടിപിടില, പെഞ്ഞായിന്റെ തൊട്ടുള്ള പിരുസത്തിന്റെ ഗടിപിടില പെറ്റുമ്മാനെ മറക്കണ്ട. അങ്ങനെ നീ ഉമ്മാനെ മറന്നിട്ട് പെഞ്ഞായിനെ നോക്കിയെങ്കിൽ, ഉമ്മാനെ മറന്നിട്ട് പെഞ്ഞായിക്ക് പിരുസ കൊടുത്തെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, ആ മാപ്പിളക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ട്. അപ്പൊ ആണുങ്ങളായ ഞങ്ങളെ ഒന്നാമത്തെ കടമ, ഒന്നാമത്തെ കടപ്പാട് ഉമ്മയോട് ബാപ്പയോട്. എന്നാ പെണ്ണുങ്ങ അങ്ങനല്ല. പിടിയായല്ലേ നിങ്ങക്ക്? തിരിഞ്ഞിട്ടില്ലേ നിങ്ങക്ക്? തെല്ല് തല ആട്ടൂരല്ലേ? തിരിഞ്ഞിട്ടില്ലേ? വേഗം തിരിക്കണോ? ഇനി നക്ക് തിരിക്കൂടെ ടൈമില്ല. ടൈം ഗയാ, ഫാസ്റ്റ് ഗയാ. നോക്കൂ, പോന്നരായി, പോന്ന മുക്കാലോളം ഉസ്താ 12 ദ്വാരന്നിട്ട് തീരണോ? സംഘാടകർ ചൊന്നറാറ് നിങ്ങൾക്ക് ആശയിക്കോ ഒരു അരഗಂಟೆ എന്താ അപ്പുറപ്പുറം ആവല ഉസ്തയുണ്ട്. ലാസ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് നക്ക് നാളെ ഉണ്ട്. അല്ലാണ്ട് മക്കൾക്ക് നാളെ ഇത് സ്കൂളുണ്ട്, മദ്രസ ഉണ്ട്. നിങ്ങ ഒന്ന് രണ്ടാൾക്ക് വേണമെങ്കിൽ സുബൈക്ക് പോയിട്ട് ഫോനും കണ്ടോളോ ഉറങ്ങാ. ഈ ഉസ്താദ്മാർക്ക് 3:40 എണിക്കണോ? നിങ്ങൾ എല്ലാവരും അങ്ങനെ ഉറങ്ങറാന്ന് ഞാൻ തോന്നിട്ടില്ല. നാളെ നിങ്ങൾ വേറെന്ത് വിചാരിച്ചോണ്ട് ഇയാളോട്ട് ആറ് ചൊന്നപ്പാ. അപ്പൊ എല്ലാവർക്കും പണിയുണ്ട്, എല്ലാവർക്കും തിരക്കുണ്ട്, അതുകൊണ്ട് നീട്ടുന്നില്ല. പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. ആണുങ്ങൾക്ക് ഒന്നാമത്തെ കടമ അബ്ബുമ്മയോടന്നെ. എത്ര പെണ്ണ് കെട്ടിങ്ങു, എത്ര വില മോലാറായെങ്കിലും, എങ്ങനത്തെ പ്രസംഗിക്കുന്ന ആളായെങ്കിലും, എങ്ങനത്തെ തങ്ങളായെങ്കിലും ഒന്നാമത്തെ കടമ അബ്ബ ഉമ്മ, പിന്നെ പെഞ്ഞായി, പിന്നെ മക്കൾ. പെണ്ണുങ്ങൾക്ക് അങ്ങനല്ല. ഉമ്മ കേക്കണോ? ഇത് ഉമ്മ കേക്കണോ? പെണ്ണുങ്ങ കേക്കണോ? പിരിസത്തവങ്ങള് കേക്കണോ? പെണ്ണുങ്ങളെ സംബന്ധിച്ചോടത്തോളം, മഹിളയെ സംബന്ധിച്ചോടത്തോളം, മംഗലാവിടത്തോളം അങ്ങക്ക് ഒന്നാമത്തെ കടമ അബ്ബ ഉമ്മ. മംഗലായ പിന്നെ അങ്ങളെ ഒന്നാമത്തെ കടമ ആരോട് കൊണ്ടുണ്ടോ? മാപ്പിളമാരോട്, ഭർത്താക്കന്മാരോട്. പിന്നെ അബ്ബ ഉമ്മ. മംഗലായ പിന്നെ അങ്ങനെ പിന്നെ ഒന്നാമത്തെ സ്ഥാന, പ്രഥമ സ്ഥാന മാപ്പിളമാരോട്. അവരെ സമ്മതമില്ലാതെ, അവർക്ക് അവന്റെ പൊരുത്തമില്ലാതെ പെഞ്ഞായി സുന്നത്ത് നോമ്പ് നോക്കിയെങ്കിൽ പോലും അല്ലാഹ് കബൂലാക്കല. അവിടെ എത്തി വിഷയം നോക്കുറൂല നിങ്ങ. ഇതാ നീങ്ങളെല്ലാം മുണ്ടണ്ട, ഇത് അല്ല പൊരുത്തപ്പെടല. നിങ്ങളൊരല്ല എത്ര പെഞ്ഞായിമാരുള്ളാറ് അങ്ങനെ ചൊല്ല്. അങ്ങനെ പറയുന്നത് എത്ര പെഞ്ഞായിമാരുള്ളാറ്? ചില പെഞ്ഞായിമാർ അങ്ങനെ ചൊല്ലല്ല. ആ മൂക്കുമുസുണ്ട് പൊട്ടിയ മാപ്പിളമാരാ ആ പ്രവർത്തനത്തില് അങ്ങനെ ആവിടും. മാപ്പിളമാരെന്തും ബമ്പമാരെന്തും അല്ല ചില മാപ്പിളമാർ. പെണ്ണുങ്ങളെ മാത്രം ഞങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ അല്ലല്ലോ. പക്ഷെ പെണ്ണൊന്ന് മനസ്സിലാക്കണോ, അവൻ എങ്ങനത്തെ മനുഷ്യനാട്ട്, ഏത് കാട്ട് കന്നാലിയാട്ട്, ഏത് നിലക്കുള്ളവനാണെങ്കിലും നിന്റെ ഭർത്താവാണ്, നിന്റെ ഭർത്താവാണ്, നിന്റെ മാപ്പിളയാണ്. ഹബീബ് റസൂലുള്ളാഹിന്റെ മുന്നില് ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, നബിയേ നണ്ടബ്ബ ഉഷാറില്ല, സക്കറാത്തിന്റെ ഹാലിലാണ്, നാണ് നോക്ക പോവട്ടാ. എന്റെ മാപ്പിള ചൊന്നുറോ, അയാള് സ്വർത്തുക്ക് പോയറ്, കച്ചവടത്തുക്ക് പോയറ്, അയാള് പോകുമ്പത്തുക്ക് നണ്ടൊട്ടൊരു പളക്ക് ചൊന്നുറു പെണ്ണ്. നാണ് ചൊല്ലാണ്ട്, നണ്ടൊട്ട കേക്കാണ്ട്, നണ്ട പുറത്തില്ലാണ്ട് നീ ഔത്തുന്നു പുറത്തുക്ക് പോവതീറാ. ഏത് വിഷയത്തുക്കും പുറത്തുക്ക് പോവതീറാ. നീ നണ്ട കണ്ണ്, നീ നണ്ട കരള്, നീ നണ്ട എല്ലാം നീ പുറത്തുക്ക് പോണ്ടത് നക്ക് പുറത്തല്ല. എനിക്ക് നിങ്ങളെ ഭാഷ അർഷദി ഉസ്താദിനെ പോലെ വരുന്നില്ല. എനിക്ക് തിരിഞ്ഞ നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് എനിക്ക് പുറത്തല്ല. മാപ്പിള പറഞ്ഞു, ഇവള് അനുസരണയുള്ള പെണ്ണാണ്. അനുസരണയുള്ള പെണ്ണ്. അപ്പൊ പിന്നെ നന്നൊന്തോടെ ബായൊന്നും കൂട്ടിയില്ല, അവിടെ ബായി നവ് നീട്ടിയില്ല, വേറൊന്നും കാണണമെന്നുണ്ടിയില്ല, അനുസരിച്ചു പരലിരുന്ന്. അപ്പോഴാണ് പെണ്ണിന് വിവരം കിട്ടുന്നത്, പെണ്ണിന്റെ അബ്ബ ഉഷാറില്ല, സക്കറാത്തിന്റെ ഹാലിലാണ്.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ആ പെണ്ണ് കേട്ടി, നബിയെ, എന്റെ ബാപ്പ എന്നെ ഈ നിലക്ക് പോറ്റി വളർത്തിയിട്ട് നല്ല ബിരിസവും സ്നേഹമുള്ള ഒരു മാപ്പിളന്റെ കയ്യിൽ എന്നെ കെട്ടിച്ചു കൊടുത്ത് എന്റെ കണ്ണിലുണ്ണിയായ എന്റെ ബാപ്പ സുഖയില്ല നബിയെ, സക്കറാത്തിന്റെ ഹാലിലാണ്, ഞാൻ ഒന്ന് കാണാൻ പോട്ടെ നബിയെ എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലാത്ത സ്ഥിതിക്ക്, അയാളെ സമ്മതമില്ലാത്ത സ്ഥിതിക്ക്, അയാൾ പൊരുത്തപ്പെടല എന്ന ഭാവനയുള്ള സ്ഥിതിക്ക് നീ പോണ്ട. മാപ്പിളന്റെ പൊരുത്തന്നെ വലുത്, മാപ്പിളന്റെ പൊരുത്തന്നെ വലുത്. അല്ല ഉസ്താദ്, അയാൾ അങ്ങനെ ആക്കാമാ? അയാൾ അങ്ങനത്തെ ഒരു കണ്ണിൽ ചോരയില്ലാത്തൊരിത് അവിടെ പോണ്ട, അബ്ബവോ ചത്തങ്ങും പോണ്ട, ഉമ്മ മരിച്ചങ്ങും പോണ്ട, അത് എന്ത് മാപ്പിള ഉസ്താദ്? അത് നീ ഇപ്പൊ ഇവിടെ സിന്ദാബാദ് വിളിച്ചിട്ട് പോണില്ല, പണ്ട് കെട്ടുമ്പോഴേ നോക്കണായി. നീ എന്ത് ഊട്ടിക്ക് പോയിട്ട് ലിങ്കായോ? തങ്ങളെ മാഷാ അല്ലാഹ്, അഹ്ലു ബൈത്ത് കുടുംബത്തിലെ മഹാനരായ കണ്ണി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പരമ്പര, സയ്യിദ് കുടുംബത്തിലെ മഹാനരായ സാരഥി, നമ്മുടെ ആത്മീയനായ നായകൻ, ഇതുപോലെയുള്ള ആയിരക്കണക്കിന് മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകുന്ന മഹാനരായ സയ്യിദ് മദക്ക തങ്ങൾ, സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ മദക്ക, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ആ തണലും ആ നേതൃത്വം ഒരുപാട് കാലം നമുക്കല്ല നൽകട്ടെ. സയ്യിദ് കുടുംബത്തിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ ദുനിയാവിലും ആഖിറത്തിലും സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ നീട്ടുന്നില്ല, തങ്ങന്മാരന് വന്ന സ്ഥിതിക്ക് ഇനി നീട്ടുന്നതിന് അർത്ഥവുമില്ല. മുപ്പാട്ടന്നെ ഖാദറാജി ഉസ്താദിന്റെ വയല് തങ്ങന്മാർ ആരി അവരെ എങ്ങനെ ബഹുമാനിക്കണോ എന്ന് പറഞ്ഞിട്ട് ഹാറൂൺ റഷീദിന്റെ മോന്റെ കഥ ചൊന്നിട്ടൂടെ വയല് നിർവഹിച്ചു. കേട്ടാറില്ല നിങ്ങൾ? കേട്ടിട്ടില്ലേ? അത് ഞങ്ങക്ക് ബാധകമേ, വയല് ചൊല്ലിട്ട് നക്കോ, അത് ബാധകമേ. അതിനമേ ഞങ്ങൾ ഫോളോ ആക്കണോ? ഞാനും ചൊന്നല്ലേ, ബഹുമാൻ എന്നതാണ് വലുത്, ആദരവ് എന്നതാണ് വലുത്, അത് മറക്കണ്ട. അള്ളാഹു ഞങ്ങളെ ഈമാൻ സലാമത്താക്കട്ടെ. മുസ്തഫ റസൂലുള്ള പറഞ്ഞു, പോണ്ട മോളെ പോണ്ട, നിന്റെ മാപ്പിള്ള പൊരുത്തയില്ലല്ലേ. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യിക്കും, പെണ്ണുങ്ങൾക്ക് ഒരു ചോദ്യിക്കും, എങ്ങനെ ഒന്നുണ്ടാ? അല്ല ഉസ്താദ്, അത് അങ്ങനെ മാപ്പിള്ള ചൊല്ലാമാ? അബ്ബ മരിച്ചെങ്കും പോണ്ട, ഉമ്മ ചത്തെങ്കും പോണ്ട, വടകും പോണ്ട, ആങ്ങളുടെ മംഗലത്തുക്കും പോണ്ട, പെങ്ങളെ മംഗലത്തുക്കും പോണ്ട, മൈലാഞ്ചിക്കും പോണ്ട, അതൊരു മാപ്പിളമാ ഉസ്താദ്? അതൊരു കണ്ണിൽ ചോറില്ലാത്ത മാപ്പിളല്ലേ? നീ ഇപ്പൊ കൊടി പിടിച്ചിട്ട് കൊണയില്ല, അതണ്ട് കെട്ടുമ്പോഴേ നോക്കണായി. അണ്ട് നീ അവിടെ ചന്ത കണ്ടിട്ട് താടി കണ്ടിട്ട് നിയന്ത്രിച്ചൊന്ന പൊറോട്ട നക്കവണയാണോ ഇപ്പൊ അനുഭവിക്ക്. ഇപ്പൊ പോണ്ട ചൊന്നെങ്കിൽ പോണ്ട. ഇപ്പൊ നീ ഇവിടെ കണ്ണിൽ ചോറില്ല, കണ്ണിൽ ചോറില്ല, അന്ന് നിയന്ത്രിച്ചൊന്നോ നന്റെ കണ്ണേ നന്റെ കാറില്ലേ. ഇപ്പൊ കണ്ണിൽ ചോറില്ല, അതേ കണ്ണിത്